ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. വ്ളോഗിങ് എനിക്ക് പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം 2-3 ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഫോണിങ്ങനെ പിടിച്ച് കാര്യമൊക്കെ പറയത്തിൽ ബുദ്ധിമുട്ടാണ്. എന്നാണ് നടന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യാൻ 2 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും രണ്ടും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും പെർഫെക്റ്റ് ആണെങ്കിലും പെർഫെക്റ്റ് അല്ലെങ്കിലും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ യൂട്യൂബിലിടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ഒരു ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പാണ് കേട്ടോ ഇന്നത്തത്. ഇന്നലെ രാത്രിയാണ് തീരുമാനിക്കുന്നത് ഇന്നൊരു ട്രിപ്പ് പോവാം. അങ്ങനെ നമ്മൾ കോട്ടയത്താണെന്ന് തോന്നുന്നു പോകുന്നത്. എനിക്ക് ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയാൻ വയ്യ. കാരണം നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര രാത്രിയാണ് ഇന്നലെ തീരുമാനിച്ചത്. അത് കോട്ടയമാണോ അത് എറണാകുളത്ത് പോകുമോ എനിക്കറിയത്തില്ല. എന്തായാലും അത് അറിയുമ്പം പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറിയുള്ളൂ. ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. ഇതുവരെ ഞാൻ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല, ഒരുങ്ങിയിട്ടില്ല. നമുക്കിപ്പോൾ ഇറങ്ങാൻ വേണം. ഞാൻ ജസ്റ്റ് കഴിച്ചു, ഡ്രസ്സ് ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് പാക്കൊക്കെ ചെയ്യണം, എന്നിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇപ്പോൾ എന്താ ഷടപടിയെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ജസ്റ്റ് റെഡി ആവട്ടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ബാഗിൽ വേണം കേട്ടോ നമ്മൾ പാക്ക് ചെയ്യാൻ. ഇത് ഞാൻ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച ബാഗാണ്. എല്ലാം ഇതിലൊക്കെ എടുത്ത് വെക്കട്ടെ. ഇതാണ് ഞാൻ എടുക്കുന്ന ഹാൻഡ് ബാഗ്. അപ്പോൾ ഇതിൽ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ, മേക്കപ്പ് എല്ലാം ഇതിൽ വെക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. നോക്കട്ടെ എത്രത്തോളം കൊള്ളുമെന്ന്. 2 ട്രൈപോഡ് ഉണ്ട്, അതെടുക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ നോക്കാം ഇതിൽ എന്തെല്ലാം ഫിറ്റ് ആവുമെന്ന് നോക്കാം. അപ്ഡേറ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ പറഞ്ഞിരുന്നു എവിടെ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കോട്ടയത്താണെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞു മൂവാറ്റുപുഴയുടെ അടുത്താണ്. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം മൂവാറ്റുപുഴയിലെ കോളഞ്ചേരി സംതിങ് അങ്ങനെയാണെന്ന് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മൂവാറ്റുപുഴ കയറി കഴിയുമ്പം നമ്മൾ കോട്ടയം പാസ് ചെയ്ത് എറണാകുളം ജില്ലയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ നമ്മൾ പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി പോയാൽ മതി എനിക്ക്. പക്ഷെ എല്ലാവരും റെഡി ആയിട്ടില്ല. അവരെല്ലാം കൂടി റെഡി ആവണം. ഞാൻ പക്ഷെ എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം എടുത്തു വെച്ചു. എല്ലാം എടുത്തു വെച്ചെന്നാണ് എൻ്റെ ഓർമ്മ. മിക്കവാറും കാറിൽ കയറി കുറച്ചൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും അയ്യോ അതെടുക്കാൻ മറന്നു ഇതെടുക്കാൻ മറന്നു എന്നൊക്കെ ഓർക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി അവരൊന്ന് റെഡി ആയിട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പം 9:30 ആയിട്ടുണ്ട്. ആദ്യം 6 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. പിന്നെ 6 മണി മാറ്റി 7 മണിയാക്കി. അങ്ങനെ ഇപ്പം നമ്മൾ അവസാനം 9:30ക്കാണ് ഇറങ്ങാൻ പോകുന്നത്. വിശന്ന് വയറ് കത്തിയതാ. ഞാൻ കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കഴിക്കട്ടെ. ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. എന്താണോ എന്തോ അത് ചോക്ലേറ്റ് ബ്രൗണി ഫഡ്ജിറ്റ്. ഇതും ചോക്ലേറ്റ് ബ്രൗണിയാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ബ്രൗണി ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് ബ്രിട്ടാനിയയുടെ ചോക്ലേറ്റ് ബ്രൗണി. ഭയങ്കര ശോകം ബ്രൗണി. ഓ മൈ ഗോഡ്, ഭയങ്കര ശോകമായിട്ടുണ്ട് ഈ ബ്രൗണി. മറ്റേ ബ്രൗണി ഉണ്ടല്ലോ, എന്തിൻ്റെയാന്ന് ഓർമ്മയില്ല. അത് നല്ല ബ്രൗണിയാണ്. മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന് പറയുന്ന കോംപ്ലാൻ്റെ ടേസ്റ്റ്. പക്ക കോംപ്ലാൻ്റെ ടേസ്റ്റ്. അടുത്ത ക്ലിപ്പിൽ കാണിക്കുന്ന സാധനമാണ് കേട്ടോ. അത് ഭയങ്കര എരിയുള്ള സാധനമാണ്. പക്ഷെ അത് ആഫി ഭയങ്കര ആസ്വദിച്ചിരുന്ന് എരിയായിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. ആ സാധനമാണ് ഞാൻ അടുത്ത ക്ലിപ്പിൽ കാണിക്കുന്നത്. എനിക്ക് അതിൻ്റെ പേരറിയാൻ പാടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത്.
സമയം 1:30 ആയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിർത്തിയേക്കുവാണ്. കഴിക്കാൻ വേണ്ടിയുള്ളത് ഇനി വാങ്ങണം. പപ്പ വാങ്ങാൻ പോയിട്ടുണ്ട്. നമ്മൾ കാറിൽ ഇരുന്നാണ് കഴിക്കുന്നത്. പ്ലേറ്റൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കഴിക്കണം. എന്നിട്ട് ഇനിയുണ്ട് ഒരു 2 മണിക്കൂർ യാത്ര. എന്നാലേ നമ്മളങ്ങ് എത്തത്തുള്ളൂ. അഫി അമ്മയൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അഫി എന്തോഫി എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാൻ ഇവിടെ നല്ല നല്ല വീടുകളെ കണ്ട് അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പള്ളിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളൊന്ന് തൊഴുതിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുന്നതാണ്. നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ PWD റെസ്റ്റ് ഹൗസ് ആണ് കോതമംഗലത്ത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഇരിക്കുകയാണ് കാറിൽ. എല്ലാം അന്വേഷിച്ചിട്ട് വന്നിട്ട് നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ദേ നമ്മളിവിടെ ആണെന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. PWD റെസ്റ്റ് ഹൗസ് കോതമംഗലം. ഇനി ഇവിടെ വന്ന് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് കിടന്നുറങ്ങണം. ഇപ്പോൾ വൈകിട്ടായിട്ട് 6 മണിയോളം അടുപ്പിച്ചായി. നമ്മൾ രാവിലെ 9:30 ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. നമ്മളൊരു സ്ഥലത്തെത്തുന്നത് ഇപ്പോൾ ഇത്രയും സമയമായിട്ട് 6 മണിയോളം അടുപ്പിച്ചിട്ടാണ്. ഇനി ഇവിടെ ചെല്ലുക, കിടന്നുറങ്ങുക. നാളെ രാവിലെ ഒരു 5:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം. നമ്മളൊരു പള്ളിയിൽ പോയെന്ന് പറഞ്ഞില്ലേ, ആ പള്ളിയിൽ പോയിട്ട് രാവിലെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അതേ പുറയിലുള്ള ലഗേജ് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഒരുപാട് ലഗേജ് ഉണ്ട്. ഞാനിവിടെ ഒരു ലഗേജ് ഉള്ളത് എൻ്റെ ബാഗ് മാത്രം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പപ്പയുടെ കയ്യിലുണ്ട് വേറെ ഒരുപാട് ലഗേജ് ഉണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാഗും വിക്സ് മുട്ടായി ഇറങ്ങില്ല. കയറട്ടെ, ഉറങ്ങണം. ഭയങ്കര ക്ഷീണം. ഹലോ, അപ്പം നമ്മളതേ നമ്മുടെ റൂമിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഞാൻ ഒരു റൂം ടൂർ പോലെ എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് ഭയങ്കര വലിയ റൂമാണ്. ഇതാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസ്. അത് കഴിഞ്ഞിട്ട് വേണ്ടേ ഇവിടെ ഒരു ലിവിങ് ഏരിയ പോലെ ഉണ്ട്. ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മളെല്ലാം ഹോട്ടൽ റൂമിലൊക്കെ നിൽക്കുന്ന പോലെ ഒറ്റൊരു റൂമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത്രയും കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു ഡോറുണ്ട്. ആ ഡോറ് കയറി വരുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂം. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊരു ഇതില്ല. അത് സാരമില്ല, നമുക്കിങ്ങനെ തുറന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വലിയൊരു ഓർഡർ വാങ്ങിയത് ഒരു പൊട്ടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വാങ്ങിച്ചതേണൊക്കെ വെച്ചേക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് ഇതിനകത്ത് സാധനം വെച്ചല്ലാതെ വേറൊന്നും വെച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതാണ്ട് ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. കാണാമോ? ഇത് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു കൊച്ചു ഡ്രസ്സിങ് റൂം. കൊച്ചല്ല, ഭയങ്കര വലിയ ഡ്രസ്സിങ് റൂമാണിത്. ഒരു ഡ്രസ്സിങ് റൂം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ ടോയ്ലറ്റ്. എത്തിയപ്പോഴത്തേക്ക് നല്ല സമയമായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 3:30-4 മണിയായപ്പോഴാണ് നമ്മളുടെ ഉദ്ദിഷ്ട സ്ഥലത്ത് നമ്മൾ എത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മളൊരു ചർച്ചിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ചർച്ച് വിസിറ്റ് ചെയ്യാനായിരുന്നു. ആ ചർച്ച് മൂവാറ്റുപുഴയിൽ നിന്ന് ഇത്തിരി ദൂരമായിട്ടുള്ള ഒരു ചർച്ചായിരുന്നു. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് അറിയാൻ വയ്യ. അപ്പം നമ്മൾ ആ ചർച്ചിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ഒരുപാട് സമയമായി. ഇനി നമുക്ക് നാളെയും വേറെ പ്ലാനുകളുണ്ട്. അപ്പം നമുക്ക് അടുത്തൊന്നും റെസ്റ്റ് ഹൗസ് ഇല്ല. നമ്മൾ റെസ്റ്റ് ഹൗസ് ആയിരുന്നു നോക്കിയത്. ഇവിടെ മൂവാറ്റുപുഴ റെസ്റ്റ് ഹൗസ് ഒന്നും നോക്കിയിട്ട് നമുക്കവിടെ റൂം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റൂം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇവിടെ കോതമംഗലത്തായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഏതാണ്ട് ഒരു നല്ല ദൂരം, അവിടുന്ന് ഒരു 23 കിലോമീറ്റർ സംതിങ് ഉണ്ട് ഇനി വരെ എത്താൻ. അത് നല്ല ദൂരമാണ്. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇനി എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വെളുപ്പിനെ നമുക്ക് ഇവിടുന്ന് എല്ലാം പറക്കിക്കൊണ്ട് ഇറങ്ങുകയാണോ അങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. നമ്മളെല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ ശരിയാകത്തില്ലായിരിക്കും അല്ലേ? നമുക്ക് രാവിലെ 11 മണിക്കാണ് കേട്ടോ ചെക്കൗട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ടൈമുണ്ട്. അപ്പം രാവിലെ നമുക്ക് പിന്നെയും പള്ളിയിലോട്ട് പോകേണ്ട കാര്യമുണ്ട്.
അപ്പോൾ രാവിലെ നമുക്ക് പിന്നെയും പള്ളിയിലോട്ട് പോകണം. രാവിലെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 5:30 സംതിങ് ഇറങ്ങണം. നമുക്ക് 6 AM രാവിലെ പള്ളിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയി ഡിന്നർ വാങ്ങിക്കണം. അത്രേ ഉള്ളൂ. അപ്പം എനിക്കിത് ഈ സ്ഥലം കണ്ടോ, ഈ സ്ഥലം ഭയങ്കര ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഇരുട്ടിയോണ്ട് തന്നെ വലിയ രസം കാണില്ല. നാളെ രാവിലെ സമയം കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കണം. കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന ഡ്രസ്സിൽ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. സാധാരണ അങ്ങനെയല്ല, എവിടെ പോയാലും ഞാൻ തറഞ്ചു മറിഞ്ഞ ഫോട്ടോസ് എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്ന ഡ്രസ്സിൽ ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുക്കാത്തതിലൊരു വിഷമം എനിക്കുണ്ട്. ഇതിലും എനിക്കിനി ഇരുട്ടത്ത് ഫോട്ടോ എടുക്കാൻ വലിയ സ്കോപ്പൊന്നും ഞാൻ കാണുന്നില്ല. എനിക്കറിയില്ല. ഓക്കെ, പപ്പ കാറ് കയറട്ടോ, ഞാൻ പോകുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ 5:30 ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പള്ളിയിൽ പോയി കഴിക്കാൻ വേണ്ടി ശരവണ ഭവനിൽ വന്നിരിക്കുകയാണ്. വീഡിയോ എടുത്തില്ലായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനും ആയിരുന്നു കഴിച്ചത്. അതുകൊണ്ട് ഇന്ന് മൊത്തം വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഇപ്പോൾ ശരവണ ഭവനിൽ കയറിയേക്കണം. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം എത്ര മണി? 7 മണി എങ്ങാനും ആയി കാണും. 7-7:30 ആയി കാണത്തേ ഉള്ളൂ. നമ്മൾ പള്ളിയിൽ പോയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പോൾ ഒരു ശരവണ ഭവനുണ്ട്. അതിൽ കയറി പാഴ്സൽ വാങ്ങിയിട്ട് ഇനി നമുക്ക് പിന്നെയും തിരിച്ച് കോതമംഗലം PWD റെസ്റ്റ് ഹൗസിൽ പോകണം. 11 മണിക്കാണ് ചെക്കൗട്ട്. കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പപ്പ വരുന്നു. പപ്പ സാധനം മേടിച്ചോണ്ട് കഴിച്ച് എല്ലാം സെറ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കയറും. അപ്പോൾ നമ്മളിതേ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നു നമ്മളപ്പം PWD റെസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം സമയം ഏതാണ്ട് രാവിലെ 9:30 അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ എറണാകുളം ആലപ്പുഴ റൂട്ടാണ് പോകുന്നത്. നമ്മൾ വന്ന ആ റൂട്ടല്ലായിരുന്നു. നമ്മൾ പത്തനാപുരം കോന്നി റൂട്ടായിരുന്നു നമ്മൾ വന്നത്. നമ്മൾ വേറെ റൂട്ടാണ് പോകാൻ പോകുന്നത്. ഈ 2 ചിത്രശലഭങ്ങളെ കണ്ടു. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തൂടെ എന്തോ പാസ് ചെയ്ത് പോകുന്ന കണ്ടപ്പോഴാണ് ഈ 2 ചിത്രശലഭങ്ങളെ കണ്ടത്. രസമായിട്ട് തോന്നിയുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് പോയ പള്ളിയിലെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ എൻ്റെ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും റെസ്ട്രിക്റ്റഡ് ആണെന്നുള്ളത്. അതൊരു പുരാതനമായ പള്ളിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും എടുക്കാനൊന്നും പോയില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്ന റൂട്ടിൽ കണ്ട സീനറിയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ ഞാൻ ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. തിരിച്ച് വന്നപ്പോഴാണ് ഇത്രയും നല്ലൊരു സീനറി എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് നേരം 2 ഫോട്ടോ എടുത്തോ, ഒരു വീഡിയോ എടുത്തോട്ടോ നമ്മൾ തിരിച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ 1:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കൃപാസനത്തിൽ കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങുള്ളൂ. ഉച്ചക്കാലത്തേക്ക് ഞങ്ങളൊന്നും കഴിക്കുന്നില്ല. എനിക്ക് വിശപ്പില്ല, അമ്മയ്ക്ക് വിശപ്പില്ല. അതുകൊണ്ട് പപ്പ ഇവിടെ ഹോട്ടലിൽ കഴിക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി വീട്ടിലോട്ട് പോവാണ് നേരെ. ഏതാണ്ട് സമയം 4 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മളിപ്പോൾ പന്തളത്താണ് നിൽക്കുന്നത്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബേക്കറിയിൽ ഷാർജയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 5 മണിയോളം ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കൊച്ച് ട്രിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് ട്രിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്ലേസ് കാണാൻ പോകുന്നതല്ല. നമുക്ക് ട്രിപ്പെന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും ഇങ്ങനെ ദൂര സ്ഥലങ്ങളിലൊക്കെ കൂടുതലും പോകുന്ന ട്രിപ്പായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ പ്ലേസ് കാണാനായിരിക്കത്തില്ല. ഇങ്ങനെ വല്ല സ്പിരിച്വലായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. ചർച്ചിലോ ടെമ്പിൾസിലോ വല്ലതും ആയിരിക്കും. എനിക്കൊന്ന് ലാസ്റ്റ് നമ്മൾ പ്ലേസ് കാണാനായിട്ടൊരു സ്ഥലത്ത് പോയത് കൊടൈക്കനാലിലായിരിക്കും. അത് ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്. അപ്പം നമ്മൾ അധികം ഇങ്ങനെ സ്ഥലം കാണാൻ വേണ്ടി പോകാറില്ല. ഇങ്ങനെ വല്ല അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെയാണ് കൂടുതൽ പോകാറ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി പറയാം. നമ്മൾ എറണാകുളത്ത് ഒരു ചർച്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ചർച്ച് നിൽക്കുന്ന സ്ഥലം എനിക്കൊന്ന് കടമറ്റം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ ചർച്ച് വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ മെയിൻലി അവിടം വരെ പോയത്. ഇവിടം വരെ വന്നു. അപ്പം പിന്നെ എന്തുകൊണ്ട് നമുക്ക് കൃപാസനത്തിലും കൂടി കയറിക്കൂടാന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ കൃപാസനത്തിൽ കയറുന്നത്. നമ്മൾ റൂട്ട് ഈ വഴിയാക്കിയിട്ട് എറണാകുളം റൂട്ട് ആലപ്പുഴ റൂട്ടാക്കിയിട്ട് നമ്മൾ കൃപാസനത്തിലും കയറി. ഈ 2 കയറി. 2 എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല.
ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞല്ലോ, കൃപാസനത്തിൽ എനിക്ക് കാണിക്കാമായിരുന്നു, പക്ഷെ ഭയങ്കര അപ്പോഴത്തേക്ക് എനിക്ക് വന്നായിരുന്നു, മറ്റേത് ഞാൻ കാണിച്ചില്ലല്ലോ എന്നൊരു ഇതിങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ കയറിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തള്ളാണ്, ഭയങ്കര തിരക്കും ഭയങ്കര തെള്ളും. ഇന്ന് ഞായറാഴ്ചയാണ്, പ്രത്യേക ദിവസമാണ്. അപ്പം അവിടെ പ്രത്യേക ധ്യാനമുണ്ട്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ എത്തുന്നുണ്ട്. ഭയങ്കര തള്ളാണ് അവിടെ, അല്ലെങ്കിലും അവിടെ തള്ളാണ്. അപ്പം ഞായറാഴ്ച ദിവസത്തെ കാര്യം പറയണ്ടല്ലോ, നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളവിടെ കയറിയതാണ്. അപ്പം തെള്ളിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ ക്യാമറ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ എടുക്കാൻ അത്ര റിസ്ക് എടുത്ത് നിന്നില്ല, കാരണം എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല, എടുക്കണം എന്ന് തോന്നിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2-3 വ്ളോഗ് എടുക്കാൻ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയാലും അല്ലെങ്കിലും എന്തായാലും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് വ്ളോഗല്ലേ, ഇങ്ങനെയൊക്കെയാണ്. വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ വല്ല കുക്കിംഗ് വീഡിയോ ആയിരിക്കും, കാരണം എൻ്റെ കയ്യിൽ കുറച്ച് റെസിപ്പീസ് ബാക്കിയുണ്ട്. അത് ഞാൻ ചിലപ്പോൾ കുക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.